ഈ കുട്ടി പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇത് കണ്ട് ഞെട്ടിപ്പോയ അവൻ വേഗത്തിൽ തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി ടവൽ അഴിച്ചു മാറ്റിയപ്പോഴാണ് തന്റെ ശരീരം മുഴുവനായി അപ്രത്യക്ഷമായെന്ന് അവൻ കണ്ടത്. അപ്പോൾ തന്നെ അവന്റെ അമ്മ മുറിയിലേക്ക് വന്നുവെങ്കിലും അവർക്കും അവനെ കാണാൻ കഴിഞ്ഞില്ല. പരിഭ്രാന്തനായ കുട്ടി ആരും ഇതറിയാതിരിക്കാൻ അവൻ ദേഹം മുഴുവൻ വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിലേക്ക് പോയി. എന്നാൽ തന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ പ്രതികാരം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അവൻ രഹസ്യമായി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ക്ലാസ് റൂമിൽ പ്രവേശിച്ചു. തുടർന്ന് അവൻ പതുക്കെ ആ ഉപദ്രവകാരിയായ കുട്ടിയുടെ ബാഗിൽ നിന്ന് പെയിന്റ്ബോൾ ഗൺ എടുക്കുകയും അവന് നേരെ പിന്നിൽ നിന്ന് വെടിയുതിർക്കുകയും ചെയ്തു. ആ കുട്ടി തന്നെയാണ് വെടിവെച്ചതെന്ന് കരുതിയ അധ്യാപകന് ഉടൻ തന്നെ വലിയ ദേഷ്യം വന്നു. വൈകാതെ അവന്റെ അച്ഛൻ വന്ന് അവനെ അവിടെ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. എന്നാൽ അവൻ അവിടം കൊണ്ടും നിർത്തിയില്ല. അവൻ രണ്ടാമത്തെ ഉപദ്രവകാരിയുടെ അടുത്തേക്ക് പോയി. ആ കുട്ടി പന്തെറിയാൻ തുടങ്ങുന്ന സമയത്ത് അവൻ അവനെ രഹസ്യമായി തള്ളി. ഇതുവഴി അവന് ലക്ഷ്യം തെറ്റി. കളി തോറ്റതിന് അവന്റെ അച്ഛൻ അവനെ ദേഷ്യത്തോടെ ചീത്ത പറഞ്ഞു. അതിനുശേഷം ആ കുട്ടി രഹസ്യമായി അധ്യാപകന്റെ ഓഫീസിൽ കയറി തന്റെ പരീക്ഷാ പേപ്പർ പുറത്തെടുത്തു. തുടർന്ന് ലോക്കറിൽ നിന്ന് ഉത്തരക്കടലാസ് എടുത്ത് അവൻ എല്ലാ ഉത്തരങ്ങളും നോക്കി പകർത്തി എഴുതി.